നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് സഹപ്രവർത്തകരായ താരങ്ങൾ. താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയുമൊക്കെ അമ്മവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് കവിയൂർ പൊന്നമ്മ. നടിയുടെ വിയോഗ വാർത്തയിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞാണ് താരരാജാവ് എത്തിയിരിക്കുന്നത്. ഒപ്പം നടി പൊന്നമ്മ കെട്ടിപ്പിടിച്ചു ഉമ്മ തരുന്നൊരു ചിത്രവും മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം മമ്മൂട്ടിയെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ മുൻപൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളും വൈറലാവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി. മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വലിയ നടനാണ് മമ്മൂട്ടി. പ്രായം കുറഞ്ഞവരൊക്കെ മമ്മൂക്ക എന്ന് വിളിക്കും. ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ മമ്മൂസെ എന്ന് വിളിക്കും. അദ്ദേഹം എത്ര നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തൻ്റെ സിനിമാ കുടുംബത്തിലെ മൂത്ത മകനാണ് മമ്മൂസ്. താൻ ആദ്യമായി മമ്മൂട്ടിയെ കാണുന്നത് IV ശശിയുടെ തൃഷ്ണ എന്ന സിനിമയുടെ സെറ്റിലാണ്. തനിക്ക് ജോഡിയായി അഭിനയിച്ചത് ജോസ് പ്രകാശ് ആയിരുന്നു. തങ്ങൾ രണ്ടുപേരും നടക്കാനിറങ്ങുമ്പോൾ ഒരാൾ ഇങ്ങനെ ഓടിക്കൊണ്ടുവരുന്നു, യാതൊരു കൂസലുമില്ലാതെ. മുൻപ് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ യാതൊരു സഭാകമ്പവും ഇല്ലാതെ വളരെ തൻ്റെയിടത്തോടെ വളരെ അനുഭവസമ്പത്തുള്ള നടനെപ്പോലെയാണ് ആദ്യ ഷോട്ട് അഭിനയിച്ചത്. അപ്പോഴാരോ പറഞ്ഞു വക്കീലാണ്, സിനിമയോടുള്ള താല്പര്യം കൊണ്ട് വക്കീൽ പണി കളഞ്ഞു വന്നയാളാണ് എന്നൊക്കെ. താൻ മമ്മൂസിൻ്റെ കൂടെ ചെയ്ത പടങ്ങളിൽ തനിക്ക് ഏറെ ഇഷ്ടം അരയന്നങ്ങളുടെ വീടാണ്. ലാലിനൊപ്പം അഭിനയിക്കുന്നത് പോലെ തന്നെ ആ സിനിമ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വാത്സല്യം, തനിയാവർത്തനം, അങ്ങനെ വളരെ പണ്ടേ താൻ മമ്മൂസിൻ്റെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. ഒരിക്കൽ രസകരമായ ഒരു അനുഭവമുണ്ടായി. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമയായിരുന്നു. തങ്ങൾ രണ്ടുപേരും റൂമിൽ തനിച്ചായി. അപ്പോൾ ഒരു ശബ്ദം, പൊയ്ക്കൂടെ. ശബ്ദം കേട്ട് താൻ തിരിഞ്ഞു നോക്കി. ആരോടാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ചു നോക്കി. അപ്പോൾ കേട്ടൂടെ, പൊയ്ക്കൂടെ എന്ന് താൻ ചോദിച്ചു. എന്നോടാണോ? എങ്ങോട്ട് പോകാൻ? അല്ല, കാലം കുറേ ആയില്ലേ, പൊയ്ക്കൂടെ എന്ന്. താൻ പറഞ്ഞു തനിക്ക് സൗകര്യമില്ല. അപ്പോൾ മമ്മൂസ് ചോദിച്ചു എന്തേ എന്ന്. അപ്പോൾ താൻ പറഞ്ഞു തനിക്ക് ഒരാഗ്രഹമുണ്ട്, തനിക്ക് മിസ്റ്റർ മമ്മൂട്ടിയുടെ പേരായി അഭിനയിക്കണം, എന്നിട്ടേ താൻ ഇവിടെ നിന്ന് പോകൂ. അങ്ങനെയൊരു തമാശ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ വെറുതെ ഒരു തമാശ. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മമ്മൂട്ടി ഒരു പരുക്കനാണ്, ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ തനിക്കറിയാവുന്ന മമ്മൂട്ടി സിനിമയിലെ തൻ്റെ മൂത്ത മകൻ ഒരിക്കലും അങ്ങനെ ഒരാളല്ല. നല്ല മനസ്സുള്ള ആളാണ്. കൈയഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പക്ഷേ ഇതൊന്നും ആരും അറിയില്ല, ആരോടും പറയില്ല. അതാണ് മമ്മൂട്ടിക്കുള്ള ഗുണം. തനിക്കറിയാം മമ്മൂട്ടി അങ്ങനെ ഒരു പരുക്കനോ ജാടക്കാരനോ ഒന്നുമല്ല. പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ ഓരോ തരത്തിലാണല്ലോ. ഉള്ളത് തുറന്നു പറയും. അത് ചിലർക്കിഷ്ടമാവില്ല. അതാണ് സത്യം എന്നും കവിയൂർ പൊന്നമ്മ കൂട്ടിച്ചേർത്തു.